എന്തുകൊണ്ടാണ് മഹാദേവന് എരിക്കിൻ പൂക്കൾ കൂടുതൽ പ്രിയമെന്ന് നിങ്ങൾക്കറിയാമോ? മഹാദേവന് വളരെയധികം പ്രധാനപ്പെട്ട പുഷ്പങ്ങളിൽ ഒന്നാണ് എരിക്കിൻ പുഷ്പങ്ങൾ. ഇവയിൽ ഒരേ സമയം വിഷവും ഔഷധഗുണങ്ങളും അടങ്ങിയിട്ടുള്ളതിനാലാണ് ഇവയെ ശിവപൂജയ്ക്ക് കൂടുതലായി ഉപയോഗിക്കുന്നത്. നമ്മുടെ എല്ലാവിധ പാപങ്ങളും സംഹരിക്കുന്ന പൂക്കളിൽ ഒന്നാണ് എരിക്കിൻ പൂവ്. ശിവക്ഷേത്രങ്ങളിൽ പ്രദോഷ പൂജ, ശിവരാത്രി തുടങ്ങിയ വിശേഷ അവസരങ്ങളിൽ എരിക്കിൻ പൂ കൊണ്ട് ഭക്തർ അർച്ചന നടത്താറുണ്ട്. ഉദ്ദിഷ്ട കാര്യസിദ്ധിക്ക് എരിക്കിൻ പൂമാല ചാർത്തലും അർച്ചനയും വളരെ നല്ലതാണെന്നാണ് കരുതുന്നത്. പാലാഴി കടഞ്ഞപ്പോൾ ആവിർഭവിച്ച കാളകൂട വിഷം ലോകരക്ഷയ്ക്കായി ശിവൻ ഏറ്റുവാങ്ങിയപ്പോൾ അതിലൊരംശം എരിക്കിനും സ്വീകരിക്കേണ്ടി വന്നു എന്നും ഐതിഹ്യമുണ്ട്. അതേ തുടർന്ന് ലോകരക്ഷാ മാഹാത്മ്യവുമായി എരിക്കിനും ബന്ധമുണ്ടായി എന്നാണ് വിശ്വാസം. എരിക്കിന് ശിവമാഹാത്മ്യം കൈവന്നത് സംബന്ധിച്ച് ശ്രീ മഹാഭാഗവതത്തിലും ശിവപുരാണത്തിലും പരാമർശിക്കുന്നുണ്ട്. ആഭിചാര കർമ്മത്തെ പ്രതിരോധിക്കുന്നതിനും മന്ത്രവാദം പോലുള്ളവയുടെ ഫലം ഏൽക്കാതിരിക്കുന്നതിനും എരിക്ക് വളരെയധികം പ്രധാനപ്പെട്ടതാണെന്നാണ് കരുതുന്നത്. ഗണപതി ഭഗവാൻ എരിക്കിൻ വേരിൽ കറുകമാല കെട്ടിച്ചാർത്തിയാൽ സർവ്വവിഘ്നങ്ങളും നിങ്ങളെ വിട്ടൊഴിയും എന്നാണ്. എരിക്കിന് അപാരമായ ഔഷധ ഗുണമുണ്ട്. എരിക്കിൻ പൂവ് വിഷാംശം നീക്കം ചെയ്ത് മാറാരോഗങ്ങൾക്കുള്ള സിദ്ധൌഷധമായി ആയുർവേദത്തിൽ ഉപയോഗിക്കുന്നു. ശിവക്ഷേത്രങ്ങളിലും മറ്റു ക്ഷേത്ര പരിസരത്തും പരിശുദ്ധമായ സ്ഥലങ്ങളിലും എരിക്ക് വളരും. ഇതിന്റെ പരിസരത്ത് ഉരഗങ്ങളും മറ്റു വിഷജന്തുക്കളും കാണുവാൻ സാധ്യത കൂടുതലാണ്. ആ സ്ഥലം ശുദ്ധമായി സൂക്ഷിക്കണം. കൂടുതൽ ക്ഷേത്ര അറിവുകളുമായി ടെമ്പിൾ വൈബ്സിലൂടെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.